യൂദാസ് എന്തുകൊണ്ട് ക്രിസ്തുവിന് ഒറ്റിക്കൊടുത്തു? പല തിയറീസ് പറയാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് യൂദാസ് ഒരു സെലറ്റായിരുന്നു. റോമാക്കാരുടെ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പോരാട്ടം നടത്തിയ മനുഷ്യനാണ്. അപ്പോൾ ക്രിസ്തു വന്നപ്പോഴേക്കും പവർഫുൾ ലീഡറാണ്, റോമാക്കാരുടെ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നാണ് യൂദാസ് കരുതിയത്. പക്ഷെ മനസ്സിലായി ഈശോ കുരിശിൻ്റെ വഴി നടക്കുന്ന ആളാണ്. അപ്പോൾ ഈശോനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയാണ് അതേ ഒറ്റിക്കൊടുക്കുന്നത്. പക്ഷേ ഈശോ കുരിശിൻ്റെ വഴി തന്നെ തിരഞ്ഞെടുത്തു മരിക്കുകയാണ്. അവിടെ കുറ്റബോധം വന്നിട്ട് യൂദാസ് കെട്ടിത്തൂങ്ങി ചാവാണ്. ഇതൊരു തിയറിയാണ്. പക്ഷേ ഇന്നത്തെ ഗോസ്പലിൽ കൃത്യമായിട്ട് എന്തുകൊണ്ട് യൂദാസ് ഒറ്റിക്കൊടുത്തു എന്ന് പറയുന്നുണ്ട്. പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് യൂദാസ് എന്നിട്ട് ചോദിക്കുന്നത്, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ എനിക്ക് എന്ത് തരും? 30 വെള്ളിക്കാശ്. ക്രിസ്തുവിന് ഒറ്റിക്കൊടുക്കാനുള്ള വഴികൾ തേടുകയായിരുന്നു. യോഹന്നാൻ്റെ ഗോസ്പലിൽ മറിയം ഈശോയുടെ കാലിൽ പരിമളം കൊണ്ട് കഴുകുമ്പോൾ യൂദാസ് പറയുന്നുണ്ട്, ഇത് പാവപ്പെട്ടവർക്ക് കൊടുക്കാമായിരുന്നില്ലേ? അപ്പോൾ യോഹന്നാൻ സുവിശേഷകൻ കൃത്യമായിട്ട് പറയുന്നു, അത് അവന് ദരിദ്രരോട് സ്നേഹമുള്ളതുകൊണ്ടല്ല. അവനാ പണസഞ്ചിയിൽ നിന്ന് കട്ടെടുക്കുമായിരുന്നു, കള്ളനായിരുന്നു. തന്നെ ഒരുവന് ഒറ്റിക്കൊടുക്കുമെന്ന് ഈശോ പറഞ്ഞപ്പോൾ മറ്റു ശിഷ്യന്മാരൊക്കെ ചോദിക്കുന്നത്, കർത്താവേ അത് ഞാനല്ലല്ലോ. അവരെല്ലാവരും ഈശോനെ അഡ്രസ്സ് ചെയ്യുന്നത് കർത്താവേ എന്ന, ലോഡ്, മാസ്റ്റർ. പക്ഷേ യൂദാസ് മാത്രം ഈശോനെ അഡ്രസ്സ് ചെയ്യുന്ന ഗുരു, അത് ഞാനാണോ? മാസ്റ്റർ എന്ന് വിളിക്കുന്നില്ല, റബ്ബി എന്ന് വിളിക്കുന്നത് യൂദാസ്. കാരണം എന്താ? യൂദാസിന് പുതിയ മാസ്റ്ററെ കിട്ടിയ ആ മാസ്റ്ററിൻ്റെ പേരാണ് പണം. ഈശോ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടില്ലേ, നിങ്ങൾക്ക് ഒരു സമയത്ത് 2 യജമാനന്മാരെ സേവിക്കാൻ പറ്റില്ല, ഒന്നില്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ പണം. അപ്പോൾ യൂദാസ് ഓൾറെഡി പണത്തെ മാസ്റ്ററാക്കി എടുത്ത്. പണത്തോടുള്ള സ്നേഹമാണ് എല്ലാ ഈവിളിൻ്റെയും കാരണക്കാരൻ.